മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ നാളെ ഇവർ ചെയ്യും. ആ നാളെ എഞ്ചിനീയർ കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ലേ? ബ്ലോക്ക് ചെയ്ത ഭാഗത്ത് ഒരു തീരുമാനം അതാണ്. നാളെ രാവിലെ എഞ്ചിനീയേഴ്സ്, മുനിസിപ്പാലിറ്റി എഞ്ചിനീയർമാർ, പഞ്ചായത്ത് എഞ്ചിനീയേഴ്സ്, ഹൈവേയുടെ എഞ്ചിനീയേഴ്സ് ഇവർ സൈറ്റ് വിസിറ്റ് ചെയ്യും. അപ്പോൾ ഡ്രൈനേജിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിലേക്ക് ഒഴുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവർ പ്ലാൻ ഉണ്ടാക്കും. ഒരാഴ്ചക്ക് ഒരു ദിവസം ഇവർ കൂടിയിരിക്കും. എന്നിട്ട് ആലോചിക്കും വർക്ക് നടക്കുന്നതിന് ഒപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി, മുനിസിപ്പാലിറ്റി, എഞ്ചിനീയേഴ്സ്. അപ്പോൾ അതാണ് ഒരു തീരുമാനം. മറ്റൊന്ന്, തിരുവങ്ങൂര് മുതൽ മൂരാട് വരെയുള്ള റോഡ് പെച്ചടച്ചു പോകും. അതാണ് കൾവർട്ടിന്റെ വേഗത കൂട്ടിയിട്ട് കൾവർട്ടും ഡ്രൈനേജ് സിസ്റ്റം കംപ്ലീറ്റ് ആയാൽ ഈ വെള്ളം നിൽക്കില്ല എന്നുള്ളതാണ് ഹൈവേ അതോറിറ്റി പറയുന്നത്. അപ്പോൾ അത് വേഗത കൂട്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈനേജ് സിസ്റ്റം എന്ന് തന്നെ കൾവർട്ട്, അതിന് ജനങ്ങളുമായിട്ട് സഹകരിപ്പിക്കേണ്ടത് നമ്മളാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ റെസിഡന്റ് അസോസിയേഷൻ്റെ ആളുകളെല്ലാം തന്നെ ചോദിക്കണം ഞങ്ങൾ വരട്ടെ. നമ്മൾ ആരെയും വിളിച്ചു, എല്ലാവരുടെയും പ്രതിനിധി നമ്മളാണ്. നമ്മൾ അവരെ എവിടെയാണോ പ്രശ്നം വരുന്നത് ജനങ്ങൾ ഇടപെട്ടുകൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് ചെയ്യാം. അതിലൊരു രാഷ്ട്രീയ പാർട്ടി എന്നില്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുക. ഇന്നത്തേനോട് കൂടെ എല്ലാ സമരവും നമുക്ക് പിരിച്ചു. നന്ദിയിലുള്ള നന്ദിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. അവിടെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിഹാരം കൂടിയാണത്. നന്ദിയിലുള്ള ക്യാമ്പിൽ നിന്നും ഒഴുകുന്ന മലിനജലം അത് പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇല്ലെങ്കിൽ അതിന്റെ നടപടിയായിട്ട് കലക്ടർ മുമ്പോട്ട് പോകും. അത് ഈ മാസം പെട്ടെന്ന് തന്നെ ചെയ്യും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു കാര്യം മനസ്സിലാക്കാം, കലക്ടറാണ് ഇവിടെ വന്ന് മീറ്റിംഗ് വിളിക്കുന്നത്. MLA-യും കലക്ടറും ഒന്നും അത്ര മോശക്കാരൊന്നും അല്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ഞാൻ. കലക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം തന്നെ ഉത്തരവാദിത്വം ഉള്ളതാണ് കലക്ടർക്ക്. ഇവിടെ ഒരു മീറ്റിംഗ് നിങ്ങൾ അങ്ങനെ ചെറുതായിട്ട് കാണണ്ട. ഇനി എന്നുള്ള ഒരു പ്രശ്നമില്ല. ഇതിനോട് കൂടെ ഈ കാര്യങ്ങൾ തീരണം. നമുക്ക് ഹൈവേ ആയിട്ടുള്ള ദുരിതം എന്ന് തീരും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോ. Very strict tight. Within 1 week time, you have to rectify all these small issues are there, but it can be easily done because complaints are general. And in 2 or 3 days time, discuss, finalize the basic structure. If there is any defect, main issue is ഉദാഹരണത്തിന് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ അതിർത്തിയായ പെരുമാൾപുരം അവിടെ ഹരീഷ് റോഡ് എന്ന് പറഞ്ഞുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകാണ്ട് പയ്യോളി മുനിസിപ്പാലിറ്റി, മൂടാടി, തിക്കോടി പഞ്ചായത്തുകൾ, മേലടി ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗമാണ് പയ്യോളി മുനിസിപ്പാലിറ്റി ഹാളിൽ കളക്ടർ വിളിച്ചു ചേർത്തത്. ദേശീയപാതയിലെ ദുരിതയാത്രയും വെള്ളക്കെട്ടും റോഡിന്റെ അശാസ്ത്രീയതയും യോഗത്തിൽ ചർച്ചയായി. NH-ന് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് മുമ്പൊരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 50 മീറ്റർ വരെ സർവീസ് റോഡിലേക്കും അതുപോലെ തന്നെ അനുബന്ധ റോഡുകളിലേക്കും ഒക്കെ കനത്തിൽ ജമീല MLA-യുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. NHAI പ്രൊജക്ട് ഡയറക്ടർ, RDO, തഹസിൽദാർ തുടങ്ങി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. NHAI ഡയറക്ടർക്ക് പ്രശ്നങ്ങൾ ഉടൻ തീർക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി. അതിനുശേഷം ആലോചിച്ചാൽ മതി. നിലവിൽ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക് പദ്ധതി വെക്കാനുള്ള സംവിധാനമില്ല. പദ്ധതികളൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. അതിനൊരു പ്രതിസന്ധി പഞ്ചായത്തുകൾക്കുണ്ട്. Not related to the municipality any drain. അത് പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അവരുടെ ഡ്രെയിനേജ് അവർ മാനേജ് ചെയ്തോളാം. പക്ഷേ ബാക്കി ഡ്രെയിനേജ് നമുക്ക് ലോക്കൽ ബോഡി മാനേജ് ചെയ്യണം. അത് സെപ്പറേറ്റ് പ്രോജക്റ്റ് വേണം അല്ലേ? പ്രോജക്റ്റ് വേണം. എവിടെയാണ് ഡ്രെയിനേജിന്റെ ആവശ്യം അത് പ്രോജക്റ്റ് വേണം. പ്രോജക്റ്റ് എപ്പോൾ എങ്ങനെ വെക്കാൻ പറ്റുമോ? പറ്റില്ല. അത് കറക്റ്റ് ആണ്. ആൻസർ വളരെ ക്ലിയർ ആണ്. യെസ്. പക്ഷെ ഇപ്പൊ പ്രോജക്റ്റിന്റെ ഡിമാൻഡും ഇല്ല. പ്രോജക്റ്റ് ഡിമാൻഡ് അല്ല. ഇപ്പോ മുനിസിപ്പാലിറ്റിയിലെ ഡ്രെയിനേജിന്റെ ഡിമാൻഡ് ഇപ്പോ ഇല്ല. ഇല്ല. വരും. അത് കഴിഞ്ഞിട്ട് വരും.
അവിടുന്ന് ഡ്രൈനേജ് ഉണ്ടാക്കണമെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കണം. ശരി, ഞാൻ ഡ്രെയിനേജ് ചെയ്യണം, കറക്റ്റ്. പക്ഷേ അല്ല, പക്ഷേ ഇൻഡിവിജ്വൽ ഹൗസസ് പോലെ എല്ലാ പ്രോജക്റ്റില് ഡ്രെയിനേജിന്റെ പ്രശ്നം ഉണ്ടാവും. നോർമൽ ആണ്, ഇത് കോമൺ സെൻസ് ആണ് ഇവിടെ. പക്ഷെ ആ വെള്ളം അങ്ങോട്ടേക്ക് വിടാനുള്ള സംവിധാനം ഉണ്ടായില്ല. അല്ല, അത് ബ്ലോക്ക് ചെയ്തു, അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതാണ് പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് ആ വെള്ളം കാരണം എന്താണെന്ന് ആ ഡ്രൈനേജിൽ ഒഴുക്കി കൊടുത്ത വെള്ളം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. ഒറ്റ ഡ്രൈനേജ് കണക്ട് ചെയ്തല്ല. നിലവിലുള്ള എങ്ങനെ ചെയ്യും? സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കാണ് ഒഴുക്കി വിടുന്നത്. അതിന് വേണ്ടി കുറച്ച് സമയം വേണം, കൺസ്ട്രക്ഷൻ വേണം. ഇഗ്നോഡിയിലെ മലയമ്പള്ളി കുളത്തിന് മുൻവശമുള്ള ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്താണ്. FCIന്റെ മുന്നിലുള്ള മലയമ്പള്ളി കുളത്തിന് മുന്നിലുള്ള ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. അതേപോലെ തന്നെ ഇഗ്നോഡി പഞ്ചായത്ത് ബസ്സാണ് ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. around 300 meters. ഏതാണെങ്കിൽ അതാണ് ഈ കഴിഞ്ഞ ദിവസം സർക്കാരിലേക്ക് വന്ന് നോക്കിയത്. അതിന് ആദ്യം ഒരു റിപ്പോർട്ടാണ് അവിടെ 30 മീറ്റർ റോഡ് ഒരു ഡ്രൈനേജ് ഉണ്ടാക്കി മാത്രമേ എഞ്ചിനീയർ പറഞ്ഞു, ലോക്കൽ ബോഡിയിൽ എഞ്ചിനീയർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് മതി, ഇപ്പൊ ഈ ചർച്ച മതി. കാരണം സൊല്യൂഷൻ ഇസ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ സൊല്യൂഷൻ ആണ്. ആ ലോക്കൽ ഇഷ്യൂവിന്റെ ലോക്കൽ മുനിസിപ്പാലിറ്റി ചെറിയ ട്രെയിനിൽ വെള്ളം സുഖമായിട്ട് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം വേണമല്ലോ ആദ്യം. അതാണല്ലോ ഇവരായിട്ടുള്ള ഡിസ്കഷനിൽ കാര്യമായിട്ട് വേണ്ടത്. മുനിസിപ്പാലിറ്റി സെക്രട്ടറി സേസ് ഉൾപ്പെടെയുള്ള ആ ബോഡിയായിട്ട് ഒരു ഡിസ്കഷൻ നടത്തണം. പക്ഷേ നമുക്ക് ഇത് ഇൻഫോർമേഷൻ പോകണം പബ്ലിക്കിന്. നമുക്ക് ഈ ഡിസ്കഷൻ നടത്തി, ഈ ഡിസ്കഷനിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. സർ, ഇപ്പോഴത്തെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനിലെ വെള്ളം മുഴുവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് മാത്രമല്ല, ഓരോരുത്തരെ ഇൻഡിവിജ്വൽസിന്റെ വീട് മൊത്തം വെള്ളത്തിൽ കിടക്കാണ്. അതാ ഈ ഡ്രെയിനിലെ വെള്ളം, ഈ ഡ്രെയിനിന്റെ ചോട്ടില് ഇവര് നേരത്തെ ഇത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പിയുടെ ഹോൾസിൽ കൂടിയാണ് വെള്ളം മുഴുവൻ ഈ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വീടുകൾ മൊത്തം വെള്ളത്തിൽ കിടക്കുന്നത്. ശരിയാണ്. പിന്നെ ഫാക്ട് എന്താ, ഇപ്പം ഈ അണ്ടർ കൺസ്ട്രക്ഷൻ ഹൈവേ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടില്ല. കൽവർട്ട് റെഡിയായോ ഇല്ല, ഡ്രെയിനേജ് റെഡിയായോ ഇല്ല. ഒബ്വിയസ്ലി ഇപ്പൊ മഴ ലാസ്റ്റ് വീക്ക് ഭയങ്കര കൂടുതലുണ്ടായിരുന്നു മഴ. കൾച്ചറിലേക്ക് പോകുന്ന സ്ഥലമാണോ അത്? അവിടെയാണോ പറയുന്നത്? അവിടെ നമുക്ക് എന്തെങ്കിലും ഡ്രൈനേജ് കൊടുത്താൽ അതിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയുമോ? പ്രസന്റായി അവിടെ നമുക്ക് ഡ്രൈനേജിന്റെ ഓപ്ഷൻ ഇപ്പോൾ കണ്ടെത്തി നേരത്തെ ഒഴുകി പോകുന്ന ഡ്രൈനേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഒരുപാട് വർക്ക് സ്റ്റക്ക്, അത് ഫാക്റ്റാണ്. തിക്കോടി ആണെങ്കിൽ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പയ്യോലിയിൽ അത്ര സീരിയസ് പ്രശ്നം അവിടെ ഇല്ല, പക്ഷെ വേറെ സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ സംരംഭമുണ്ടല്ല, എല്ലാ 500 മീറ്റേഴ്സിലെ ഒരു സംരംഭമുണ്ട് almost. Now because of this 15 underpasses, we need 20 lakh cubic meter earth, and we don't have even 1 lakh cubic meter earth at all now. How will we complete it? You have to arrange gradually. That's when it is not getting. It is getting delayed. Everything is getting delayed Delay because of this again. That is a fact. അത് നമുക്ക് എല്ലാവർക്കും റെസ്പോൺസിബിൾ ആണ്. ഇനി നമുക്ക് നിശ്ചയം മാത്രമല്ല, ഈ ബാക്കി സെക്ഷൻ അവിടെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, തലശ്ശേരി മായി എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, അവിടെ Calicut bypass we will soon complete, sir. നമുക്ക് ടൈം ലൈൻ എന്താണ്, അടുത്ത വർഷം മഴാന്റെ മുന്നേ നമുക്ക് ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മൾ അതെന്റെ ടാർഗറ്റ് ആണ്. കാലിക്കറ്റ് ഏരിയ ഡിസംബർ ഈ വർഷം നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഈ സെക്ഷൻ അടുത്ത വർഷം മെയ്യിലാണ്, മെയ് 2025. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇമ്മീഡിയറ്റ് ഇപ്പോൾ ചെയ്യാനല്ലേ. ഇപ്പം അവർക്ക് കൽവേർട്ട് കൺസ്ട്രക്ഷനില് വേറെ ഒന്നും ഓപ്ഷനും ഇല്ല. കൽവേർട്ട് കൺസ്ട്രക്ഷൻ ചെയ്യണം, പിന്നെ നിങ്ങൾ അലൗ ചെയ്യണം. എനിക്ക് അവർ 3 പ്രാവശ്യം വിളിച്ചു, സാർ നമുക്ക് പോയിട്ടുണ്ട്, പക്ഷെ അവർ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. ഡിസ്കഷൻ
ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഇവിടെ is a problem here. ഇവിടെ ഇപ്പോൾ ചെയർമാൻ എടുക്കുന്ന ഒരു പ്രശ്നം. ഇങ്ങനെ ഒരു കൺസൾട്ടിങ് അല്ല, എത്ര കൺസൾട്ട് ചെയ്യണം? എഞ്ചിനീയർമാരെ കൺസൾട്ട് ചെയ്യണം, ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ എത്ര പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാ വാർഡ് മെമ്പറും അങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല അല്ലേ? പ്രസിഡന്റ്, അതാണ് അതിന്റെ പോയിന്റ്. പ്രസിഡന്റ് ടെക്നിക്കൽ ഇൻപുട്ട് ഇല്ല. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം ഇപ്പൊ എവിടെയാണോ വെള്ളം, അത് പ്രസിഡന്റിനെ അറിയാം അല്ലേ? ഏത് ഏരിയയിലെ വെള്ളം അവരുടെ പ്രശ്നം വരും, എവിടെ വെള്ളം വരും, അത് കോമൺ സെൻസിക്കൽ, അത് അപ്രോച്ചിലേക്ക് പ്രസിഡന്റിനെ അറിയാം. ആ ഇൻഫോർമേഷൻ എഞ്ചിനീയർ വഴി അവിടെ കൊടുത്താൽ മതി. അതാണ് മെയിൻ പോയിന്റ്. അതെ, ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയും, ഇത് വളരെ പോസിറ്റീവ് ആണ്. ഈ പ്രശ്നം വന്നു, താങ്ക്ഫുള്ളി വി ഹാവ് ഗോട്ട് ടു ഐഡന്റിഫൈ ദിസ് പ്രോബ്ലം. അല്ലെങ്കിൽ മിസ്സായി, അല്ലെങ്കിൽ അടുത്ത വർഷം എന്താ സോറി